ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വൊളാറ്റിലിറ്റി ഉള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റിക്ക് ശേഷം ചൈനീസ് ഇൻഡെക്സുകൾ ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച. ഇതാണ് മേജറായിട്ടുള്ള ഒരു ഇൻഡെക്സ് മൂവ്മെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. ഈ എൻവിഡിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ Q1 റിസൾട്ട് അനൗൺസ്മെന്റിന് ശേഷം താഴെയാണ് വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $308.82 പെർ ഷെയറിനാണ് ആപ്പിൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലും ആപ്പിൾ മുന്നേറിയിരിക്കുകയാണ്. ഒപ്പം മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും നല്ല വൊളാറ്റിലിറ്റിക്ക് ശേഷം വീണ്ടും ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെൽ ടെക്നോളജിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറൌണ്ട് 17% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ASMLന്റെ ADR അമേരിക്കയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹാർഡ്വെയർ റിലേറ്റഡ് അല്ലെങ്കിൽ ചിപ്പ് എക്യുപ്മെന്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ വലിയ രീതിയിൽ മുന്നേറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മുന്നേറ്റം സൗത്ത് കൊറിയയിലുള്ള സാംസങ് ഇലക്ട്രോണിക്സിലും അതുപോലെ തന്നെ SK ഹൈനിക്സിലൊക്കെ കണ്ടിരുന്നു. ചൈനയിലും അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മുന്നേറുകയാണ്. അതോടൊപ്പം ജപ്പാനിലും അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മുന്നേറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവെ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പോസിറ്റീവ് ബയാസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്നത് മൺഡേ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. അതോടൊപ്പം തന്നെ തേഴ്സ്ഡേ നമ്മുടെ മാർക്കറ്റിനും ഹോളിഡേ ആണ്. അപ്പോൾ ഈ ആഴ്ചയിൽ 4 ദിവസമാണ് പൊതുവെ നമ്മൾ ട്രേഡിങ്ങിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിലുള്ളൂ. അമേരിക്കയിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക ഇഷ്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യും, ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഡീല് സൈൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഡീല് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒപ്പം നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ മാർക്കറ്റ് ക്ലോസിങ്ങിനേക്കാളും 50 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം സെറ്റിൽമെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഗ്ലോബലി മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഒഫീഷ്യലി അത്തരത്തിലുള്ള അനൗൺസ്മെന്റ് രണ്ടു കൂട്ടരും കൂടി അനൗൺസ് ചെയ്യണം. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഓപ്പൺ Q1 റിസൾട്ട് സീസൺ അമേരിക്കയിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ മാസം 31-ാം തീയതിയോടുകൂടി Q4 റിസൾട്ട് സീസൺ അവസാനിക്കുകയാണ്. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ അമേരിക്കയിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ Q4 ആനുവൽ റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ടെക്നോളജി ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ Q4 ആനുവൽ റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അതേസമയം നമ്മൾ ഈ ധനകാര്യ വർഷത്തെ Q1, Q2, Q3 റിസൾട്ടുകളിലൊക്കെ ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിന്റെ ഒരു ലാഗിംഗ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഓവറോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അറൌണ്ട് 19.5 അല്ലെങ്കിൽ 20 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ് നമ്മൾ Q4 റിസൾട്ടിന്റെ അസസ്മെന്റിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അട്രാക്റ്റീവ് വാല്യുവേഷൻ തന്നെയാണ്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്ത് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 95.958 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റുപ്പിയുടെ വീക്ക്നെസ് അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാവുന്ന വർധനവ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം Q4 റിസൾട്ടുകൾ വന്നിരിക്കുന്നത് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്.
അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ്പ് ഓഹരികളുടെ സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറി നമുക്ക് മാർക്കറ്റിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ബയാസ് ആണ് നമ്മൾ ഈ ആഴ്ച മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ഒരു സെറ്റിൽമെന്റിലാവുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഓവറോൾ റാലി നമ്മുടെ മാർക്കറ്റിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ ഈ കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം കോപ്പർ, അലുമിനിയം ഈ കമോഡിറ്റികൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $103.54 പെർ ബാരലിനാണ്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അറൌണ്ട് $7 താഴെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇസ്രായേൽ അമേരിക്ക ടോക്ക് നടക്കുന്നു, സെറ്റിൽമെന്റ് ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെറ്റിൽമെന്റ് വരികയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും നല്ല രീതിയിൽ താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ, ബിസിനസ് ഗ്രൂപ്പ് സ്പെസിഫിക് ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പിലാണ് വലിയ രീതിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അഡാനി പോർട്സ്, അഡാനി പവർ, അഡാനി ഗ്രീൻ എനർജി സ്റ്റോക്കുകളിലൊക്കെ ക്യാപിറ്റൽ ഗ്രൂപ്പ് US-ൽ നിന്നുള്ള വലിയൊരു ഇൻവെസ്റ്റർ ആണ്. ഒരു വലിയ എമൗണ്ട് ആണ് അവർ ഗ്ലോബലി മാനേജ് ചെയ്യുന്നത്. റിലയൻസിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ക്യാപിറ്റൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റർ വലിയ രീതിയിലാണ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം അവരുടെ എക്സ്പോഷർ റിലയൻസിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള എല്ലാ സ്റ്റോക്കുകളും അഡാനി അക്വയർ ചെയ്തുള്ള PSP പ്രൊജക്ട്സ്, അതുപോലെ തന്നെ ഇന്ത്യ പ്രൊജക്ട്സ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് അഡാനി പവർ, അഡാനി ഗ്രീൻ എനർജി, അഡാനി പോർട്സ്, അതുപോലെ തന്നെ അഡാനി എന്റർപ്രൈസസിൽ നിന്ന് അടുത്ത വർഷങ്ങളിൽ ധാരാളം ഡീമർജറൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതേസമയം റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലത്തെ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിലയൻസിന്റെ അണ്ടറിലുള്ള സബ്സിഡറിയാണ് ആദ്യമായിട്ട് ഈ സെക്ടറിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നത്. ലിസ്റ്റഡ് എൻറ്റിറ്റി അല്ല. എന്നിരുന്നാലും ഓവറോൾ വരുന്ന ന്യൂസ് ഫ്ലോസ് റിലയൻസിനെ സംബന്ധിച്ചും പോസിറ്റീവ് തന്നെയാണ്. റിലയൻസ് ജിയോന്റെ IPO വരുന്നുണ്ട്. ഒരു പക്ഷേ റിലയൻസ് റീറ്റെയിലിന്റെ IPO ഒക്കെ വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റുകൾ പൊതുവെ റിലയൻസിനും ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിലാവുക ആണെങ്കിൽ ഓവറോൾ റാലിയിൽ റിലയൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫോറക്സ് റിസർവ് നമ്മുടെ $8.09 ബില്യൺ കുറഞ്ഞ് $688.894 ബില്യൺ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജനറലി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. വലിയ നെഗറ്റീവ് ന്യൂസ് ഒന്നും തന്നെയല്ല. എന്നിരുന്നാലും റുപ്പിയുടെ വീക്ക്നെസ് ഒരു ചെറിയ നെഗറ്റീവ് തന്നെയാണ്. RBLന്റെ ഓപ്പൺ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അബുദാബി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എമിറേറ്റ്സ് NBD ആണ്. 282.38 രൂപ പെർ ഷെയറിനാണ് RBLന്റെ ഓപ്പൺ ഓഫർ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അബുദാബി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്ന സമ്മാൻ ക്യാപിറ്റലിൽ വലിയ റാലിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയത്. സമ്മാൻ ക്യാപിറ്റലിന്റെ NPA ഒക്കെ അവർ സെറ്റിൽ ചെയ്തിരുന്നു. വൺ ടൈം അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ 0 NPAയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് സമ്മാനെ സംബന്ധിച്ച്. RBL ബാങ്കിനെ സംബന്ധിച്ചും ഈ അബുദാബി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടേക്ക് ഓവർ വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ അഡോപ്ഷൻ 2026 ഗ്ലോബൽ കൺട്രികളിൽ ഏത് കൺട്രിയാണ് മുന്നിട്ട് നിൽക്കുന്നുള്ളൊരു സർവേ ഒക്കെ വന്നിരിക്കുന്നു. UAE ആണ് അഡോപ്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് പ്ലേസ് UAEക്കാണ്. UAEയിൽ 70.1% ജനങ്ങളും യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, ടൂളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സെക്കൻഡ് നിൽക്കുന്ന സിംഗപ്പൂരാണ്. 63.4% സിംഗപ്പൂര് സെക്കൻഡ് പ്ലേസ് ആയിട്ട് നിൽക്കുന്നത്. US 21ാമത്തെ സ്ഥാനത്താണ്. 31.3% ജനങ്ങളാണ് ടൂളുകൾ US-ൽ യൂസ് ചെയ്യുന്നുള്ളൂ. ജർമ്മനി 23ാമത്തെ സ്ഥാനത്താണ്. 31.1% ജർമ്മനിയിലെ ജനങ്ങൾ ടൂളുകൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 63ാമത്തെ സ്ഥാനത്താണ്. 17.6% ജനങ്ങളാണ് ടൂളുകൾ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ചൈന 69ാമത്തെ സ്ഥാനത്താണ്. 16.4%
4%. ഇത്തരത്തിലുള്ള സർവേകളൊക്കെ പലതും വരാറുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 2026 AI അഡോപ്ഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു സർവേയുടെ ഒരു റിസൾട്ടാണ് ഇത്. തീർച്ചയായിട്ടും UAE തന്നെയാണ് ഇന്നും എല്ലാ ഇന്നോവേഷൻസിലും അതുപോലെ തന്നെ മോസ്റ്റ് മോഡേൺ ഐഡിയാസിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം. മതേതരത്തിൻ്റെ കാര്യത്തിലായാലും വിഷൻ്റെ കാര്യത്തിലായാലും UAE ബീറ്റ് ചെയ്യാനും UAE റൂളേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള ഭരണാധികാരികളൊന്നും തന്നെ ഇന്ന് ഗ്ലോബലി മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെയില്ല എന്ന് ഈ ന്യൂസ് UAE സംബന്ധിച്ച്, പ്രത്യേകിച്ച് UAE ഇന്ത്യക്കാരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ സ്പേസ് എക്സിൻ്റെ IPO പേപ്പേഴ്സ് കഴിഞ്ഞ ആഴ്ച ഫയൽ ചെയ്തിരുന്നു. $75 ബില്യൺ റേസ് ചെയ്യാൻ പോകുന്നു. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ സ്പേസസിന് 1.75 ട്രില്യനും അതുപോലെ തന്നെ 2 ട്രില്യനും ഇടയിലായിരിക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സ്പേസ് എക്സിൻ്റെ IPO പേപ്പേഴ്സിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ധാരാളം കമ്പനികൾ സ്പേസ് എക്സിൻ്റെ ഗ്രോത്തിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എക്കോസ്റ്റാർ, അതുപോലെ തന്നെ ST മൈക്രോ ഇലക്ട്രോണിക്സ്, XT മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ ADRകളാണ് അമേരിക്കയിൽ അവൈലബിൾ. അതുപോലെ തന്നെ T-Mobile, വിസ്ട്രോൺ, അതുപോലെ തന്നെ ഇന്റൽ കോർപ്പറേഷൻ, ASMLന്റെ ADRകളാണ് അമേരിക്കയിൽ അവൈലബിൾ. അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച്, NVIDIA, റോക്കറ്റ് ലാബ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഈ സ്പേസസിൻ്റെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ടെറാഫാബ് സെമി കണ്ടക്ടർ പ്രൊജക്റ്റും കൂടി ഇതിൽ ഇൻവോൾവഡ് ആണ് ഇന്റലിൻ്റെ. അപ്പോൾ ഇന്റലിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ IPO പേപ്പേഴ്സിൻ്റെ സൂക്ഷ്മ വിശകലനത്തിന് ശേഷം പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്തിരുന്ന പല ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് അമേരിക്കയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസുകൾ തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികൾ നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളും ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് സെക്ടർ സ്പെസിഫിക് ആയ ന്യൂസ് നോക്കുകയാണെങ്കിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഈ സെക്ടറിന് ഭാവിയിൽ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ്. പ്രത്യേകിച്ച് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള വലിയ ക്വാണ്ടിറ്റി അഗ്രികൾച്ചർ വേസ്റ്റ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യയിൽ. ഒരു വർഷം 500 മില്യൺ ടൺസാണ് അഗ്രികൾച്ചർ വേസ്റ്റ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് വലിയ രീതിയിൽ യൂസ് ചെയ്യുക ണെങ്കിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബെനിഫിറ്റ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന LPG അതുപോലെ തന്നെ LNG ഇത്തരത്തിലുള്ള ഗ്യാസുകളെയൊക്കെ കുറേയൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഈ രംഗത്ത് വലിയ രീതിയിൽ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന റിലയൻസ് ഉണ്ട്, അതുപോലെ തന്നെ IOC ഉണ്ട്, HPCL ഉണ്ട്. ഇതിനൊക്കെ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുന്ന എക്യുപ്മെന്റുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് എക്യുപ്മെന്റ് ഉണ്ടാകുന്ന കമ്പനികൾ ഉണ്ട്, പ്രാജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സെക്ടർ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഗവൺമെന്റ് പോളിസിയുടെ ഇമ്പാക്റ്റ് ഒക്കെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നൽകിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഹ്യൂജ് ആണ്. കാരണം ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ചസ് ഉണ്ട്. ഹൈറൈസ് ഹോസ്പിറ്റൽസ് അലവ് ചെയ്യാണ്. അതുപോലെ തന്നെ ഹൈറൈസ് ഹോസ്പിറ്റലുകളിൽ തന്നെ ഇത്ര സ്റ്റോഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നിലയ്ക്കുള്ളിൽ ICU വേണമെന്നുള്ള പഴയ അൾട്ടിമേറ്റ് ഒക്കെ മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് ഓൾറെഡി ഹോസ്പിറ്റൽ രംഗത്തുള്ള ലിസ്റ്റഡ് എൻറ്റിറ്റികളെ സംബന്ധിച്ച് അറൌണ്ട് 20-25% ക്യാപെക്സ് സേവ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ നമ്മളന്ന് ആ ന്യൂസ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ സെക്ടർ സ്റ്റോക്കുകളൊക്കെ നൽകിയിട്ടുള്ളത്. അതേസമയം വീണ്ടും ഈ സ്റ്റോക്കുകൾ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് അപ്പോളോ ഹോസ്പിറ്റൽ ഡീമർജറും കൂടിയുണ്ട്. അതുപോലെ തന്നെ ആസ്റ്റർ, അതുപോലെ തന്നെ യഥാർത്ഥ ഹോസ്പിറ്റൽസ്, ധാരാളം ഹോസ്പിറ്റൽ സ്റ്റോക്കുകളുണ്ട്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കിംസ്,
അതുപോലെ തന്നെ കോവൈ മെഡിക്കൽ സെൻറ്റർ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ, ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽ സ്റ്റോക്കുകളും നല്ല രീതിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ഒപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിന്ന് വന്നിരിക്കുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സിറ്റിയിലോ മെട്രോയിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾ ഫാം ഹൗസസ്, അഗ്രികൾച്ചർ ലാൻഡൊക്കെ വലിയ രീതിയിൽ അക്വയർ ചെയ്ത് തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭാവിയിൽ മുഖാന്തരം വലിയ രീതിയിലുള്ള ജോബ് ലോസസ് ഒക്കെ വരുമ്പോൾ വീണ്ടും ജനങ്ങൾ അഗ്രികൾച്ചറിലേക്ക് എൻട്രി ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മുമ്പുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അഗ്രികൾച്ചർ, പ്രത്യേകിച്ച് അഗ്രി ലാൻഡുള്ള വലിയ ഫീൽഡുകളൊക്കെ വലിയ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ HNIs ഒക്കെ അക്വയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പൊതുവെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റുകളുടെയൊക്കെ സെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ബൈയിങ് നടത്തിയിട്ടുള്ളത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. 24% മാത്രമാണ് NRIs ഇന്ത്യയിൽ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളൊക്കെ വാങ്ങിയിട്ടുള്ളൂ എന്നത് റിപ്പോർട്ടുകളാണ് പല റിസർച്ചുകളും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ്. ഡൊമസ്റ്റിക് കൺസംഷൻ തന്നെ ഇത്തരത്തിലുള്ള റാലി ഇത്തരത്തിലുള്ള സെക്ടറിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ച് നല്ല റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗോയിങ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് സെയിൽ, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ്. ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. സെയിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ വരികയാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് ഗ്ലോബലി തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മേക്കറായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ വരുന്നുണ്ട്. Q4 റിസൾട്ടുകൾ വന്നതിന് ശേഷമുള്ള അനാലിസിസ് നോക്കുകയാണെങ്കിൽ സൈഡസ് വെൽനസ് നല്ലൊരു പിക്കാണ്, അതുപോലെ തന്നെ നല്ലൊരു പീക്കാണ്, സൺ ഫാർമ, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. ഓട്ടോമൊബൈൽ ആൻസിലറി രംഗത്തുള്ള സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉണോ, മിൻഡ, ഇൻഡുറൻസ് ടെക്നോളജീസ്, സമ്മർദ്ദന, മദേഴ്സൺ, സുമി, അതുപോലെ തന്നെ മറ്റ് പല സ്റ്റോക്കുകളും ഈ രംഗത്തുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. സോണ, BLW. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്യുമുലേറ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കുമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ IPO സീസണും ചൂട് പിടിച്ചിരിക്കുകയാണ്. SME IPO കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന Q-Line ബയോടെക് സെക്കൻഡ് ഡേ 9.87 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ക്ലോസിംഗ് വരുന്നത്. അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 400 മാർക്കറ്റിലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം, 800 ഷെയർ. തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള പാരാമെഡിക്കൽ രംഗത്തുള്ള നല്ലൊരു സ്റ്റോക്കാണ് Q-Line ബയോടെക് ലിമിറ്റഡ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി സെബി വലിയ രീതിയിലാണ് വർക്ക് ഫ്രം ഹോം ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത 2 മാസത്തേക്ക് വലിയ സെമിനാറുകൾ അതുപോലെ തന്നെ കോൺക്ലേവുകളൊക്കെ മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡയറക്റ്റീവിൻ്റെ ഭാഗം കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മുടെ ഓസ്റ്റിരിറ്റി മെഷേഴ്സ് നമ്മുടെ GDPനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ എക്കണോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ളൊരു മെഷേഴ്സായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എക്കണോമി ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് അതുപോലെ തന്നെ LPG LNG ഇമ്പോർട്ടിനൊക്കെയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള കമോഡിറ്റികളുടെ പ്രൈസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അത്തരത്തിലുള്ളൊരു ഇവൻ്റാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇവൻ്റുകളുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ മാറും. അതിനനുസരിച്ച് അത് മാർക്കറ്റിൽ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്.
ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. മൺഡേ അമേരിക്കൻ മാർക്കറ്റിന് ഹോളിഡേ ആണ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റിനും ഹോളിഡേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മൺഡേയിലത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിന്റെ വെള്ളിയാഴ്ചയിലത്തെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക സെറ്റിൽമെന്റ് ഡീറ്റെയിൽസും ആയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം സെറ്റിൽ ആവുകയാണെങ്കിൽ ഏഷ്യയിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് തിങ്കളാഴ്ചയും അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. സെറ്റിൽമെന്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. നമ്മുടെ Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഹോരലുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള Q4 റിസൾട്ടുകളെല്ലാം തന്നെ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവ് ആണ്. വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മളെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ലെവലിൽ തന്നെയാണ്. അപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2026 2.2 ലക്ഷം കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1.66 ലക്ഷം കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളാണ് വിട്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ FPIസിൻ്റെ സെല്ലിങ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫർദർ വലിയ രീതിയിലുള്ള സെല്ലിംഗ് ഒന്നും നടത്താനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻറ്റ്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു കോൺഫിഡൻസ് ആണ് നൽകാൻ പോകുന്നത്. അപ്പം നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ഇവൻറ്റുകളുള്ളപ്പോൾ തന്നെ ധാരാളം നെഗറ്റീവ് ഇവൻറ്റുകളൊക്കെയുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും വളാറ്റിലിറ്റിയൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. ഇനി ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിൽ പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ വന്നേക്കാം. പക്ഷേ വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. അതുകൊണ്ട് തന്നെ എവരി ഫാള് ലോങ് ടൈമിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ബക്രീദ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.